അപ്പോൾ ആ കുട്ടി അവിടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക, ഒരു പെൺകുട്ടി. തീപ്പെട്ടിയുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, ഉണ്ടോ എന്ന് പറഞ്ഞ് സുഖമായിട്ട് സിഗരറ്റിൻ്റെ ലൈറ്റർ എടുക്കുന്നു, ചകയെന്ന് കത്തിക്കുന്നു, മാളത്തിന് നേരിട്ട് കൊടുക്കുന്നു. ഞങ്ങൾ 4 പേരും കൂടെ പങ്കെടുത്ത ഒരു ഫോട്ടോയാണ്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ടുള്ള യാത്രയിലാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത്. നമ്മുടെ നല്ലതും ചീത്തയുമായ ഓർമ്മകൾ, അതായത് വേദനിപ്പിക്കാതിരുന്നതും സന്തോഷിച്ചതും എന്നാൽ വേദനിപ്പിക്കുന്നതുമായ 2 തരത്തിലുള്ള ഫോട്ടോകളും കാണുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അന്ന് പറഞ്ഞാൽ സുകുമാരൻ ഇടതുപക്ഷമാണ്, അതുകൊണ്ട് ഭരിക്കേണ്ടവരല്ല ചില സ്ഥാപനങ്ങൾ ഭരിക്കേണ്ടിടത്തിരിക്കുന്നത്. പക്ഷേ ലീഡർ അങ്ങനെ തന്നെ ആയിരുന്നു, അതുകൊണ്ടാണ് ലീഡർ എന്ന് അദ്ദേഹത്തിന് പേര് വന്നത്, വേറൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കുറച്ച് ഫോട്ടോയൊക്കെ കാണിച്ചു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും വലിയ സന്തോഷമായെന്നും ഒക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ കുറച്ച് ഫോട്ടോ കാണിക്കുന്നുണ്ട്, നോക്കണം കേട്ടോ. പലയിടത്തുനിന്നും വന്നത് തന്നെയാണ്, ചിലതൊക്കെ എനിക്ക് കുറച്ച് പറയാനുള്ള കാര്യങ്ങളുള്ള ഫോട്ടോയും കൂടെയാണ്. കാണുക, എന്നിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കുക. ഈ ഫോട്ടോയ്ക്ക് എനിക്കെപ്പോഴും ഇത് കാണുമ്പോൾ ഒരു ദുഃഖമാണ്. കാരണം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് ഞങ്ങൾ അവസാനമായിട്ട് ഒരു കല്യാണത്തിന് പോയി. കാരണം ഇന്ദ്രന് ഈ SSB ട്രെയിനിങ്ങിനൊക്കെ ബാംഗ്ലൂരിൽ പോയ സമയത്ത് ഇവിടുത്തെ എൻട്രൻസ് എഴുതാൻ പറ്റിയില്ല. അപ്പോൾ സൂട്ടവൻ സാരമില്ല, എന്നാലും അതിന് പോകണം, അതിന് പോകുന്ന ഒരു പ്ലസ് പോയിൻ്റാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. തിരിച്ചു വന്നപ്പം അദ്ദേഹത്തിനെ നാഗർകോവിലുള്ള ഒരു തമിഴ്നാട്ടിലുള്ള ഒരു കോളേജിൽ SS രാജ അദ്ദേഹത്തിൻ്റെ ഒരു കോളേജിലാണ് കമ്പ്യൂട്ടർ സയൻസിന് ചേർത്തു. മിടുക്കനായിട്ടൊക്കെ പഠിച്ചിട്ട് സാറുമാർക്കും ഒക്കെ വലിയ കാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനും വലിയ കാര്യം, മകനാണ് അവിടെ അന്ന് ഒരു പ്രിൻസിപ്പലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. രാജാ സാർ കുറച്ച് വയസ്സായപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ മകൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു, കല്യാണത്തിന് പോകാനായിട്ട് സുഖേട്ടന് ആ ദിവസം സ്ഥലത്തില്ല. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ പട്ടത്തോ ആ പട്ടത്ത് പ്ലാമൂടങ്ങാണ്ട ഒരു ഫംഗ്ഷന് പോയി. ഞങ്ങൾ 4 പേരും കൂടെ പോയി, അദ്ദേഹമായിട്ട് കണ്ടു, സംസാരിച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. മദ്രാസിൽ പോയി, അല്ല തിരുവനന്തപുരത്ത് തന്നെ, അപ്പോൾ ശരിയാണ്, അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ടുള്ള യാത്രയിലാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 പേരും കൂടെ പങ്കെടുത്ത ഒരു ഫോട്ടോയാണ്. ഞാൻ, സുഖേട്ടൻ, ഇപ്പുറത്ത് ഇന്ദ്രൻ, ഇപ്പുറത്ത് പൃഥ്വി. അത് ഞാനെന്നും ഈ ഫോട്ടോ കാണുമ്പോൾ ആലോചിക്കും. അപ്പോൾ ആ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പിറ്റേ ദിവസം പറഞ്ഞു, ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ സുകുമാരൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ഒരു ചിന്തയും പോയില്ല. അദ്ദേഹം സിഗരറ്റ് വലിക്കും, ശരിയാണ്, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, ചിലപ്പോൾ കൂട്ടുകാരുമൊക്കെ ആയിട്ട് 2 എണ്ണമൊക്കെ അടിക്കുക എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒരു അമിതമായിട്ട് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുക, സിഗരറ്റ് വലി ഞാൻ പറയും, ഒരുപാട് സ്മോക്ക് ചെയ്യുമായിരുന്നു അദ്ദേഹം. അപ്പം ഞാൻ പറയാറ്, അയ്യോ ഇങ്ങനെ ഇത്രയും സിഗരറ്റ് വലിക്കാതെ സുഖമായിട്ടതൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്നു കുറേ പേര് പറഞ്ഞു ഈ ഫോട്ടോ കണ്ടിട്ട്. കാരണം അവരും അവരുടേതായ ഒരുപാട് ഫോട്ടോകൾ പ്രസിദ്ധീകരിച്ചതിൽ ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഈ പറഞ്ഞതുപോലെ അപ്പോഴത്തേക്ക് ഇന്ദ്രൻ കോളേജിലേക്ക് അദ്ദേഹത്തിൻ്റെ കയറി, പൃഥ്വി അപ്പോഴത്തേക്ക് 10th or 11th എങ്ങാണ്ടായി. ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടി എടുത്ത ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഫോട്ടോ. ഒന്നും പറയാനില്ല. അത് ഈ പറഞ്ഞതുപോലെ എന്ത് പറയാൻ, ഇങ്ങനത്തെ ഫോട്ടോകളാണ് ഓരോ സമയത്തെ നമ്മുടെ നല്ലതും ചീത്തയുമായ ഓർമ്മകൾ, അതായത് വേദനിപ്പിക്കാതിരുന്നതും സന്തോഷിച്ചതും എന്നാൽ വേദനിപ്പിക്കുന്നതുമായ 2 തരത്തിലുള്ള ഫോട്ടോകളും കാണുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുകയാണ് ആദ്യം മുതൽ അവസാനം വരെ. ഇതൊരു ഫോട്ടോയാട്ടോ, അമിതാഭ് ബച്ചൻ്റെ കൂടെ ജയാബാദരി. ഇത് പല ആൾക്കാരും എൻ്റെ അടുത്ത് ഈ ഫോട്ടോ പണ്ട് കണ്ടിട്ട് ചോദിച്ചു, അല്ല ഇതെവിടെ പോയി, നിങ്ങൾ ബോംബെ പോയോ എന്നൊക്കെ ചോദിച്ചു. അതല്ല സംഗതി, രാജുവാണ് അമിതാഭ് ബച്ചൻ്റെ അടുത്തിരിക്കുന്നത്. ഞാനെന്നിട്ട് മോനോട് പറയുകയും ചെയ്തു, അഭിഷേകും ഒക്കെ ആയിട്ട് പിന്നെ വലിയ സംസാരമൊക്കെ ഉണ്ട്. ഇത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, ഈ IFFK എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ കൊണ്ടുവരുന്നത് എൻ്റെ സുഖേട്ടനാണ്. അത് ജയകുമാർ സാറാണ് അന്ന് KSFDCയുടെ MD. ഇവർ 2 പേരും കൊണ്ടുള്ള ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ പുറത്താണ് ഇങ്ങനൊരു ഫെസ്റ്റിവൽ എന്തുകൊണ്ട് കേരളത്തിൽ സംഘടിപ്പിച്ചുകൂടാന്ന് ചോദിക്കുകയും അതിനെ തുടർന്ന് അങ്ങനെ പ്ലാൻ ചെയ്ത് എല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്നു, പടങ്ങളൊക്കെ ഇൻവൈറ്റ്. അപ്പോൾ അന്ന് KSFDC ആണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. ഇപ്പം മറ്റേ അക്കാഡമിയൊക്കെ വന്നു വേറെ. ഇത് നടത്തിയ സമയത്ത് ആദ്യത്തെ ഉദ്ഘാടന ദിവസം നമ്മൾ
ജയാ ബച്ചനാണ് ആ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത്. അന്ന് മണിരത്നം സാറ് തൊട്ട് എല്ലാവരും, കാരണം സുഖട്ടന്ന് മണിരത്നം സാറിൻ്റെ ഉണരൂ എന്ന് പറയുന്ന പടത്തിലൊക്കെ അഭിനയിച്ചേച്ച് നിൽക്കുന്ന സമയമാണ്. വന്നതിൻ്റെ പിറ്റേ ദിവസം അന്ന് ശ്രീ കെ കരുണാകരനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക നിലപാടുകൾ അറിയാമല്ലോ. അന്ന് പറഞ്ഞാൽ സുകുമാരൻ ഇടതുപക്ഷമാണ്, അതുകൊണ്ട് ഒരു സ്ഥാപനം നന്നാക്കാൻ പാടില്ലാന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഇന്ന് ബോൾഡായിട്ട് പാർട്ടിക്കുപരിയായിട്ട് നിന്നുകൊണ്ട് പറയുന്നവർ വളരെ കുറവാണ്. പക്ഷേ ലീഡർ അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് ലീഡർ എന്ന് അദ്ദേഹത്തിന് പേര് വന്നത്, വേറൊന്നും കൊണ്ടല്ല. അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ച, ആ സ്ഥാപനം ഒന്ന് നന്നാവട്ടോ, എത്ര കാലമായിട്ട് ചുമ്മാ കാട് പിടിച്ച് കിടക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അതിപ്പോഴും ഞാൻ പറയും, ഭരിക്കേണ്ടവരല്ല ചില സ്ഥാപനങ്ങൾ ഭരിക്കേണ്ടിടത്തിരിക്കുന്നത്. അതിലൊരു ചെറിയ സങ്കടമുണ്ട് ഞങ്ങൾക്കൊക്കെ. ചിലപ്പോൾ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, വേറെ ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് വെച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ സ്വാഭാവികം മാത്രം. ഏതായാലും കരുണാകരൻ സാറ് ലഞ്ചിന് വിളിച്ചു, ഒരു ദിവസത്തെ ഭക്ഷണം. അപ്പോൾ സുഖേട്ടൻ സ്വാഭാവികമായിട്ടും ചെയർമാനിലെ. പക്ഷേ അതല്ല, എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മയെപ്പോലെ തന്നെ ഞാൻ സ്നേഹിച്ചിരുന്ന വേറൊരു വ്യക്തിയുണ്ട്, ശ്രീമതി കല്യാണിക്കുട്ടിയമ്മ, കരുണാകരൻ സാറിൻ്റെ ഭാര്യ. അയ്യോ ഈശ്വര, ഞാൻ എപ്പോഴും എൻ്റെ അമ്മയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ പൂജപ്പര വഴി പോവുകയാണെങ്കിൽ എന്താ ചെയ്യണേ മല്ലിക എന്ന് പറഞ്ഞ് കയറി വരും. 2 ദിവസം അങ്ങോട്ട് കണ്ടില്ലെങ്കിൽ എന്നെ വിളിക്കും. കാരണം ഇത്രയും എന്നെ സ്നേഹിച്ച വേറെ ഒരു അമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ എപ്പോഴും എൻ്റെ അവിടുത്തെ പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്ത് സ്നേഹം, അമ്മ എന്തിനാണ് ഇത്രയും എല്ലാം ദൈവം കൊടുത്തിരിക്കുന്ന ഒരമ്മയ്ക്ക് എന്നോട് എന്താ ആവശ്യം. പക്ഷേ വലിയ കാര്യമാണ്. അവിടെ ആരെങ്കിലും എന്തെങ്കിലും കുറച്ച് നാട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ അമ്മയുടെ സഹോദരിമാരുടെ മക്കളുമൊക്കെ ഉണ്ട്, എന്തെങ്കിലും കുറച്ച് ഒരു ഏത്തക്കൊല കൊണ്ടുവന്നാൽ അതിൽ നിന്ന് ഒരു പകുതി വെട്ടി വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ വീട്ടിൽ വരും. അതൊക്കെ സാധാരണ എൻ്റെ അമ്മ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ പറയാൻ കാര്യം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ഫോണ്, അതെ മലയും കൂടെ വരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയ്യോ അത് ഈ ഒരു ഒഫീഷ്യൽ ലഞ്ചല്ലേ, ഞാനത് വരുന്നത് ശരിയാണോ, അല്ലല്ലല്ല അതൊന്നും പറഞ്ഞാൽ നോക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ വിളിക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാര്യം, കുട്ടി ഇവിടെ തന്നെയാ? ഇവിടെ വന്നേ പറ്റുള്ളൂ എന്ന് കാരണം നമ്മുടെ അമിതാഭ് ബച്ചനും ഭാര്യയും ഒക്കെ വരുന്നുണ്ടെന്ന്. അപ്പം അന്ന് അമിതാഭ് ബച്ചൻ കേൾക്കുമ്പോൾ നമുക്കും കാണണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ സുഖം എന്താ അവിടെ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും പോകുന്നൊരു വീടല്ലേ അപ്പോൾ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പോൾ രാജുവുണ്ട്, കൊച്ചുമോനുണ്ട്, ഇന്ദ്രൻ അന്ന് ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. ചെറിയ പ്രായത്തിൽ 2 വർഷം അവനവിടെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ രാജു വീട്ടിലുള്ളത് കൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് ആലോചിക്കുകയാണ്, അദ്ദേഹവും ഞാൻ എൻ്റെ ഒരു റോൾ മോഡലാണ് കേട്ടോ ജയാബാദിനി. കാരണം അഭിനയം കൊണ്ടും സ്വഭാവ രീതി കൊണ്ടും എല്ലാം. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തെറ്റ് കാണിച്ചാൽ ചിലപ്പോൾ കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ചതായിരിക്കും, അത് സ്വഭാവത്തിൻ്റെ ഒരു കുറ്റമായിട്ട് നിങ്ങൾ കാണരുത്. എല്ലാ സ്ത്രീകളും അങ്ങനെ ക്ഷമ പരീക്ഷിക്കുന്ന സംഭവങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് പൊട്ടിത്തെറിച്ചു എന്നിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അന്ന് ലഞ്ചിന് പോകുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ മാഡം ഓടി വരുന്നു, ജയാബച്ചൻ ഓടി വരുന്നു. അപ്പോൾ തലേ ദിവസം ഉദ്ഘാടനത്തിന് കണ്ടു. അത് വലിയ നല്ല തമാശ ഒരു കഥയുണ്ട് കേട്ടോ പറഞ്ഞാൽ. കാരണം സുഖേട്ടനെ കൊണ്ട് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. വിളക്ക് കത്തിക്കാൻ നേരത്ത് ഒരു ചെറിയ വിളക്ക്, അത് KSRTCയിലുള്ള ഒട്ടുമുക്കാൽ ആൾക്കാർക്കും അതറിയാം, ഒരു ചെറിയ വിളക്ക് അടുത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്തു, വിളക്ക് കത്തിച്ചാട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊണ്ടുവരുന്ന കുട്ടി ആകെപ്പാടെ പേടിച്ച് കൊണ്ടുവന്ന് ഇനി അടുത്തെത്തായപ്പം വിളക്ക് അങ്ങ് കെട്ടു. അപ്പോൾ ആ കുട്ടി അവിടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക, ഒരു പെൺകുട്ടി, തീപ്പെട്ടിയുണ്ടോ അതുണ്ടോ ഇതുണ്ടോ, ഉണ്ടോ എന്ന് പറഞ്ഞ് സുഖേട്ടൻ സിഗരറ്റിൻ്റെ ലൈറ്റർ എടുക്കുന്നു, ചകയെന്ന് കത്തിക്കുന്നു, മാളത്തിന് നേരിട്ട് കൊടുക്കുന്നു. എനിക്ക് അവിടെ ഫ്രണ്ട് ചെയ്തിട്ട് എനിക്ക് ചിരി വരിക, സുഖേട്ടൻ ഇതെന്തോന്ന്. അതൊന്നും സുഖേട്ടൻ നോക്കിയില്ല, അതാ കെട്ടുപോയ വിളക്ക് കത്തിച്ച് ആ കുട്ടിയുടെ തന്നെ കൊടുത്ത് കൊണ്ടുപോയി കൊടുത്താട്ടെ എന്നും പറഞ്ഞ്. അപ്പോൾ അതിങ്ങനെ പിന്നീട് ഞങ്ങൾ പറഞ്ഞ് ചിരിച്ചിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അത് കാരണം പിറ്റേ ദിവസം ലഞ്ചിന് കണ്ടപ്പോൾ വന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ജീവിതത്തിൽ മറക്കാത്ത ഒരു സംഭവം, നമ്മുടെ ഈ വെള്ളരിക്ക വെച്ചിട്ടൊരു കിച്ചടി ഉണ്ടായിരുന്നു അവിടെ, ഈ തൈരൊക്കെ വെച്ചിട്ട് ഞങ്ങളതിന് കുക്കുംബർ കിച്ചടി എന്നൊക്കെ പറയും. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചതാരാന്നറിയോ, നമ്മുടെ എന്താ പറയുക, ഇന്ത്യയിലെന്നല്ല ലോകമെമ്പാടും ആരാധിക്കുന്ന വലിയ മനുഷ്യൻ ശ്രീ അമിതാഭ് ബച്ചൻ ചോദിക്കുകയാണ് ഇതെന്താ സാധനം. ആരോടാണ് ചോദിച്ചത്? നല്ല പാചകം അറിയാവുന്ന സുകുമാരൻ സാറിനോട്. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ചിരിച്ചു. അപ്പോൾ സുഖേട്ടൻ, അപ്പോൾ സാധനം ഇത് കുക്കുംബറാണ്, പക്ഷേ എന്താണ് ഇതിൻ്റെ പേരെന്നൊക്കെയുള്ളത് എൻ്റെ വൈഫ് പറഞ്ഞു തരും എന്നും പറഞ്ഞ് ഞാൻ പിന്നെ അടുത്ത് ചെന്നിട്ട് ഇതാണ് സംഭവം ഞങ്ങളിങ്ങനെ പറയാം. അപ്പം അവിടെയൊക്കെ കിച്ചടി എന്ന് പറഞ്ഞാൽ ഒരു സ്വീറ്റാണ്.
ഞാൻ പറയാം സാർ അത് ഇവിടെ ഒരു കേരളത്തിലിട്ടൊരു പേരാണ്, അതിനല്ലാതെ ഇപ്പോൾ ഇത് ഇന്നത് കൊണ്ടാണ് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒന്നും തരാനില്ല. തൈര് ഒഴിച്ച കുക്കുംബർ കിച്ചടി എന്ന് പറഞ്ഞ് ഞങ്ങൾ മലയാളികൾ ഇട്ടൊരു പേരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ, കാരണം അവിടുത്തെ കിച്ചടി അല്ല അത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ അദ്ദേഹവും ജയ മാഡം എന്നോട് സംസാരിച്ച് ഞാൻ ഒരുപാട് നല്ല സ്മരണകളോടെ ഞാൻ ഓർക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇവർ മിണ്ടത്തില്ല, ഭയങ്കര ജാടയായിരിക്കും, അങ്ങനെ ഇങ്ങനെ, കാരണം അത്രയും വലിയ ഒരു ഇൻഡസ്ട്രിയിലൊരു സ്ഥാനമുള്ള ആൾക്കാരാണ് അന്നേ. പക്ഷേ വളരെ കാര്യമായിട്ട് അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് കസിനാണ് ഇപ്പോൾ ബോംബെയിലുണ്ട് ഫിലിം ഫെയറിൻ്റെയൊക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാജു അഭിഷേകമായിട്ടൊക്കെ അഭിനയിക്കുന്നു, ഐശ്വര്യ റോയുമായിട്ട് അഭിനയിച്ചു, അല്ലാതെയും അവരെയൊക്കെ കാണുന്നു. അപ്പോൾ എനിക്ക് ബഹുമാനം തോന്നിയത് ഇത്രയൊക്കെ ഉള്ളൂ. ഈ നമ്മുടെ സിനിമയിലൂടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേത് മേഖലയോ ആവട്ടെ, നമുക്ക് ആൾക്കാരെ അറിഞ്ഞു തരുന്ന സ്ഥാനമാണ്, നിങ്ങളൊരു താരമൂല്യമുള്ള ഒരാളാണ് ജനത്തിൻ്റെ ഇടയിൽ, അത് നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. എന്ത് താരമൂല്യം? ജനിച്ചപ്പോൾ ഇവിടെ ആരാ താരം? ആരുമില്ല. പിന്നെ നമ്മൾ കഴിവുണ്ട്, കുറച്ചുകൂടെ കഴിവ് കൂടി, ഇപ്പോൾ അയാൾ നന്നായിരുന്നു കേട്ടോ, കാണാനും കൊള്ളാം, നന്നായിട്ട് അഭിനയിക്കുന്നു, സിനിമാക്കാരെ പറയും. ഒരു സംഗീതം എടുത്തു നോക്കിയിട്ട് അസലായിട്ട് പാടുന്നു എന്ന് പറയാറില്ലേ? അപ്പോൾ എല്ലാം അത്രയ്ക്കേ ഉള്ളൂ. അപ്പം നമ്മുടെ കഷ്ടപ്പാടിലൂടെ നമ്മൾ പ്രയത്നിച്ച് വലുതായി ഒരു പൊസിഷനിൽ, ഒരു സ്ഥാനത്തെത്തുമ്പോൾ ജനം തരുന്ന ഒരു അംഗീകാരമാണ് ഇയാൾ സാധാരണ ഒരു വ്യക്തിയല്ല കേട്ടോ, അയാൾക്ക് ജന്മസിദ്ധമായ ഒരു കഴിവുള്ളൊരു മനുഷ്യനാണ്. അത് കേൾക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. എന്ന് പറഞ്ഞതുപോലെ ഇത്രയൊക്കെ വലുതായിട്ടും പഴയ കാര്യങ്ങൾ പറയുമ്പോൾ ഓർക്കുക, പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഓർക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. അത് ഓർത്താലും ആണോ എന്ന് ചോദിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ വലിയ ഇതുണ്ട്. അതിന് ശേഷവും ഞാൻ ജയ മാഡത്തിനെ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് വരുമ്പോൾ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് കറാൽക്കടയിലൊക്കെ പോകുന്ന ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞ, അത് വേറെ സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സമയത്ത് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അമിതാഭ് ബച്ചനെ ഞാൻ അന്ന് കണ്ടതേ ഉള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. ഏതായാലും ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അവരുമായിട്ടൊക്കെ കാണാറുണ്ട്, ഇടപഴകാറുണ്ട്, സംസാരിക്കാറുണ്ടെന്ന് കേൾക്കുന്നതിലും വലിയ സന്തോഷം. ഇതാണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ റിസപ്ഷൻ്റെ ഫോട്ടോ. ഇതാരോ പറഞ്ഞൊരു തമാശയാണ്. ഇത് പാലക്കാട് ഒരു എന്താണ് കണ്ടോത്തോ എന്തോ ഒരു റിസോർട്ട് പോലെ, അതായത് കുറച്ച് കോട്ടേജസ് പോലെയുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ സുപ്രിയയുടെ അച്ഛനും അമ്മയെ നടത്താൻ കാര്യം ഒരു 1-2 അമ്മമാരുണ്ട് വീൽ ചെയറിലുള്ളവർ. അപ്പോൾ അവർക്ക് ഈ മോളെ ഒരാളല്ലേ ഉള്ളൂ, സുപ്രിയയുടെ അച്ഛനും അമ്മയ്ക്കും കൂടെ ആണും പെണ്ണും എല്ലാം കളിച്ചത് ഒരു മോളേ ഉള്ളൂ. കല്യാണത്തിന് വരികയും വേണം, പക്ഷേ യാത്ര ചെയ്യാനും വയ്യ. അപ്പോൾ ആദ്യം ഞങ്ങളൊക്കെ കൂടെ തന്നെ തീരുമാനിച്ചു, എന്നാൽ എവിടെയെങ്കിലും ഒരു അമ്പലത്തിൽ പോയി നമുക്കൊന്ന് താലി കെട്ടിയിട്ട് പിന്നെ നമുക്കൊരു പാർട്ടി നടത്തിയാൽ മതി. അപ്പോഴാണ് അല്ല നമുക്കിവരെ ഒരു കല്യാണം അമ്പലം വേണ്ട, അത് അതിനെക്കാട്ടി തിരക്കായിരിക്കും, അമ്മയൊക്കെ ആയിട്ട് പോകാൻ ബുദ്ധിമുട്ടാകുന്നു. അപ്പോൾ ഈ റിസോർട്ടിൽ വളരെ വേണ്ടപ്പെട്ട ഒരു കുറച്ച് പേര്, എനിക്ക് തോന്നുന്നു കൂടിപ്പോയാൽ ഒരു 50-60 പേര്, കാരണം അതേ പറ്റൂ അവിടെ, അത്രയ്ക്കങ്ങ് കിടന്ന് ബഹളം കൂട്ടാനും പറ്റത്തില്ല. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത് ഈ വയ്യാതിരുന്ന എല്ലാ അമ്മൂമ്മമാരും, അച്ഛൻ്റെ അമ്മയാവട്ടെ അമ്മയുടെ അമ്മയാവട്ടെ, വീൽ ചെയറിൽ വരേണ്ടവരാകട്ടെ നടന്നു വരുന്നവരാകട്ടെ, എല്ലാ പ്രായമുള്ളവരും അവിടെ വന്നു കുട്ടികളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടിറങ്ങിയപ്പോൾ കാണാം 2 വണ്ടി നിറച്ച് മീഡിയക്കാരാണ്. അപ്പോൾ അതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് വലിയ പബ്ലിസിറ്റി ഞങ്ങൾ കൊടുത്തില്ല. ഞാൻ മാധ്യമമല്ലേ, അറിയാതിരിക്കുമോ? ഇങ്ങോട്ടിറങ്ങിയപ്പോൾ വലിയ ചേച്ചി നിങ്ങൾ നല്ല പണിയാണല്ലോ കാണിച്ചത്, എന്താണ് ഞങ്ങളെ ഞാൻ ആര് പറഞ്ഞ് വിളിക്കുന്നില്ലെന്ന്. ഇത് അമ്മൂമ്മമാർക്ക് വേണ്ടി നിങ്ങൾക്ക് 2-ാം തീയതി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എറണാകുളത്ത് മെറിഡിയൻ ഹോട്ടലിൽ, എല്ലാ അനിയന്മാരും അവിടെ എത്തിക്കണം എന്നും പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തന്നെ എറണാകുളത്തെ ഈ മെറിഡിയനിൽ, പക്ഷേ എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് നന്ദി പറയണം, കാരണം വെള്ളിയാഴ്ചയാണ് ഞാൻ ജുമായിക്ക് പോകും, വരത്തില്ലെന്ന് പറഞ്ഞാൽ കല്യാണം തീരുന്നിടം വരെ 12:45 വരെ അവിടെ ഇരുന്നു. മാണി സാറ് എവിടെയോ കിടക്കുകയായിരുന്നു. സാറ് പാവം 6-7 മണിക്ക് എങ്ങാണ്ട് എറണാകുളത്ത് വന്നിറങ്ങിയപ്പോൾ കോട്ടയത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം വന്ന് അവരെല്ലാവരും കൂടെ രാത്രി എല്ലാവരും പിരിഞ്ഞ് പോയപ്പോഴാണ് വരുന്നത്. അങ്ങനെ ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് സർവോപരി എനിക്ക് എപ്പോഴും ടീച്ചറിനെ വിളിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ഈ ഓട്ടത്തിനിടയ്ക്ക് വിട്ടുപോകുന്നു. നമ്മുടെ മുൻ മുഖ്യമന്ത്രി EK നായനാർ സഖാവും ഭാര്യ ശാരദ ടീച്ചറും ഞങ്ങൾ പോയി വിളിച്ചപ്പോൾ അദ്ദേഹം തമാശന് ഓരോന്ന് പറയുന്നു. പക്ഷേ അവസാനം ജലദോഷമാ പനിയാ അതാ ഇതാന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ വന്നു, കല്യാണത്തിന് വന്ന് അവരെ അനുഗ്രഹിച്ചു. എൻ്റെ മോനെ കണ്ടു, നമ്മുടെ സുഖുവിൻ്റെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞ്
എന്തോ ഞാൻ പോയിട്ട് സ്നേഹത്തോട് ഞാനങ്ങ് കോഴിക്കോട് മുതൽ ക്ഷണിക്കാൻ തുടങ്ങി, പാലക്കാട് തൊട്ട്. ഞാൻ പോയി ആരെയൊക്കെ ഞാൻ വരണമെന്ന് പറഞ്ഞ് നേരിട്ട് പോയി പറഞ്ഞു. അവരെല്ലാവരും എൻ്റെ രാജുവിൻ്റെ കല്യാണത്തിന്, ഇന്ദ്രൻ്റെതിനും വന്നിരുന്നു, ആദ്യത്തെ കല്യാണത്തിനും ഉണ്ടായിരുന്നു. ആദ്യത്തെ കല്യാണത്തിനാണ് വാസ്തവത്തിൽ എല്ലാവരും മറക്കാതെ വന്നത്. ആദ്യ കല്യാണമാണല്ലോ കുടുംബത്തിലെ. രാജുവിൻ്റെതിനും വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞവർ പോലും അവസാനം എത്തി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അന്ന് സ്റ്റേജിലെടുത്തതാണ് രാജു. കാരണം എന്താ വെച്ചാൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിനകത്ത് പ്രാർത്ഥനയുണ്ട്, നക്ഷത്രമുണ്ട്. ഇന്ദ്രൻ്റെ 2 മക്കൾ ഇതിനകത്തുണ്ട്. ഇന്ദ്രൻ, പൂർണിമ, രാജു പിടിച്ചിരിക്കുന്നത് പ്രാർത്ഥന. ഇന്നിപ്പോൾ പ്രാർത്ഥന വലിയ ലണ്ടൻ കോളേജ് കുമാരിയായിപ്പോയി. ഇത് പിന്നെ നക്ഷത്ര, 2ാമത്തെ ആൾ രാജു, ഞാൻ സുപ്രിയ, ഞങ്ങളെല്ലാവരും കൂടെ അന്ന് സ്റ്റേജിലെടുത്ത ഒരു ഫോട്ടോയാണ് ഈ ഫോട്ടോ. അയ്യോ, ഇതേത് ഫോട്ടോ ഈശ്വര! ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ഇത് ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നത് കുടുംബം നമുക്ക് ശ്രീകോവിലായിരിക്കും, അതാണെന്നാണ് തോന്നുന്നത്. അതിനകത്തൊരു പാട്ടുമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ പറഞ്ഞതുപോലെ. അപ്പോൾ അത് ഹരിഹരൻ സാറ് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. അതിൽ ഞാൻ സുഗേട്ടൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ് ഞാൻ. ജനാർദ്ദനൻ ചേട്ടൻ, പ്രമീള, സുഗേട്ടൻ, ഞാൻ. പ്രധാനപ്പെട്ട വേഷം അതായത് ചേട്ടനും ചേട്ടത്തിയായിട്ട് നസീർ സാറും KR വിജയമ്മയും. അപ്പോൾ അങ്ങനെ ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. അത് ഭാസി സാറുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് അഭിനയിച്ച ഒരു പടം, വിജയവാഹിനി സ്റ്റുഡിയോയിൽ മദ്രാസ് ഷൂട്ടിങ്. അതിൻ്റെ സെറ്റിൽ ഏതാണ്ട് ഒരു സംഭവം, ഒരു കുടുംബത്തിലൊരു വിശേഷം നടക്കുമ്പം എടുത്ത ഒരു ഫോട്ടോയാണിത്. ഇതൊക്കെ കാണുമ്പോൾ സത്യമായി ഇപ്പോൾ നമുക്ക് തന്നെ ചിരി വരിക. ഈശ്വര ദൈവമേ, ഇതൊക്കെ ഫോട്ടോയായിട്ട് ഇപ്പോഴും അത് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ ഈ വിഷ്വൽ മീഡിയയ്ക്ക്. കാരണം നമ്മളിപ്പോൾ സിനിമ കാണുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, ഈശ്വര ഇത് സിനിമയിലായതുകൊണ്ടല്ലേ ഇതൊക്കെ ഇപ്പോഴും നമ്മൾ കാണുന്നത് വിചാരിക്കാറുണ്ട്. ഇനി ഒരു ഫോട്ടോ ഏതാ? അത് ശരി, അത് ഞങ്ങളുടെ വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയ്ക്ക് സുഗേട്ടന്, ഞാൻ, നടുക്ക് 2 നമ്മുടെ കുട്ടപ്പന്മാർ, കുട്ടപ്പനും പൃഥ്വിരാജ് കുട്ടപ്പനും ഇരിപ്പുണ്ട്. ഇത് ഞങ്ങളുടെ ടെറസിൽ തന്നെ എടുത്തൊരു ഫോട്ടോയാണ്. ഒരു കാഷ്വൽ ഫോട്ടോ എടുത്തു എന്നേ ഉള്ളൂ. ഇതും പക്ഷേ എടുക്കുന്നവർ പലയിടത്തും കൊടുക്കും. അപ്പോൾ അതിങ്ങനെ കറങ്ങി പലരുടെ കയ്യിലും എത്തും. ഒരു ഫാമിലി ഫോട്ടോ എന്നതിലുപരി അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയാനില്ല. ഏതായാലും എനിക്ക് വന്ന ഇത്രയും ഫോട്ടോയെക്കുറിച്ച് എൻ്റെ ഓർമ്മകൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഫോട്ടോ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം കേട്ടോ. ഏതായാലും ഇത്രയും ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. ഇത് എൻ്റെ ഫോണിലേക്ക് സെലക്ട് ചെയ്ത് അയച്ചു തന്ന ഇതിൻ്റെ എന്താ പറയുക നിർമ്മാതാക്കളായ കൗമുദി ചാനലിനോടും നന്ദിയുണ്ട്. ഇതെല്ലാം കൂടെ വന്നിരിക്കുന്നു ചേച്ചി, ഞങ്ങളൊന്ന് അയക്കട്ടെ ചേച്ചി അവർ പറയുന്നത് ചേച്ചിക്ക് ഇത് കാണുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് പറയണമെന്ന്. ഉള്ള തോന്നലൊക്കെ ഒരു സാമാന്യമായ മിതമായ രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഒരുപാട് പറയണമെങ്കിൽ അതിന് നമുക്ക് ദിവസങ്ങളോളം ഇരിക്കേണ്ടി വരും. അത്രയ്ക്കുണ്ട് ചേച്ചിക്ക് ഓർമ്മകൾ. തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. വളരെ സന്തോഷം. ഇനിയും കാണാം.